ദൈവനാമത്തിന് പിന്നെയും മഹത്വം കരയേറ്റുന്നു. രാത്രികാലവും ദൈവത്തിന്റെ വചനം പഠിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്. ഈ ലേഖനത്തിലെ 3-ാമത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കൊരിന്ത്യർ അയച്ച എഴുത്തിന്റെ മറുപടിയായിട്ട് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണിത്. പന്ത്രണ്ടാം അധ്യായം അപ്പോസ്തലനായ പൗലോസ് കൃപാവരങ്ങളെ പറ്റി പറയുന്നു. അതിനെ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ വിഭാഗിച്ച് പഠിച്ചു. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആത്മാവിനെ വിവേചിക്കുന്ന മാനദണ്ഡം. അതിന്റെ 2-ാമത്തെ ഭാഗം 4 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ കൃപാവരങ്ങളുടെ വൈരുദ്ധ്യം. അതിന്റെ 3-ാമത്തെ ഭാഗം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഏക ശരീരവും വിവിധ അവയവങ്ങളും. ആ 3-ാമത്തെ ഭാഗത്തെ വീണ്ടും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണ്. 12-13 വേദഭാഗങ്ങൾ ആത്മാവിലുള്ള സ്നാനം. അതിന്റെ 2-ാമത്തെ ഭാഗം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ അവയവങ്ങളുടെ വൈവിധ്യം. 3-ാമത്തെ ഭാഗം അതിന്റെ 27 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ ശുശ്രൂഷക വൃന്ദവും കൃപാവരങ്ങളും എന്ന വിഷയം. ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ 28 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങളാണ്. 28-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു തുടങ്ങി. ആദ്യത്തെ ഒരു ഭാഗം മാത്രം അപ്പോസ്തലന്മാർ എന്ന വിഷയത്തെക്കുറിച്ച്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കും. രാത്രികാലം നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 1 Corinthians chapter 12 verse 28 to 31. Verse 28. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, ഈ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. 2-ാമത് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമ പ്രവാചകന്മാർ ആത്മനിശ്വസ്തമായിട്ടുള്ള പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളും നൽകിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ജനത്തെ അവർ പ്രബോധിപ്പിച്ചു, ജനത്തോട് അവർ പ്രഭാഷിച്ചു, അവരോട് സംസാരിച്ചു. ചുരുക്കമായിട്ട് ഭാവി കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ കാരണവും പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. പ്രവൃത്തികളുടെ പുസ്തകം ഒന്നെടുത്താട്ട് 11-ാം അധ്യായം അതിന്റെ 27-28 വേദഭാഗങ്ങൾ. Acts chapter 11 verse 27 and 28. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്നു പേരുള്ളൊരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. സ്തോത്രം. അക്കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്നൊരു പ്രവാചകനെ കുറിച്ച് നാം ചിന്തിച്ചതാണല്ലോ. ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് അഗബോസ് പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പൊ ചുരുക്കമായിട്ട് ഭാവി കാര്യങ്ങളെ കുറിച്ചും അന്നത്തെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ട് ജനം ഗണിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ജോൺ chapter 6 verse 14.
അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ ആകുന്നു സത്യം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. ഒരു വേദഭാഗം കൂടി, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 33-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 13:33. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരൂശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവ്യമല്ലോ എന്ന് പറവീൻ. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരൂശലേമിന് പുറത്ത് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവമല്ലോ എന്ന് പറവീൻ. യേശുക്രിസ്തു പോലും താൻ ഒരു പ്രവാചകൻ എന്ന നിലയിൽ സംസാരിച്ചു. യേശുക്രിസ്തു ഇത് പരീശന്മാരോട് പറയുന്ന വാക്കുകളാണ്, ഹെരോദാവിനോട് പോയി പറയുവാനായിട്ട്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രവാചകനായിട്ട് ജനം ഗണിച്ചിരുന്നു. ഇനിയും ആദിമ നൂറ്റാണ്ടിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 32-ാമത്തെ വാക്യം. നമ്മൾ അഗബോസിന്റെ കാര്യം പറഞ്ഞു. അത് കൂടാതെ ഒരു വാക്യം കൂടി വായിച്ചാൽ, യൂദായും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചുറപ്പിച്ചു. യൂദയും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ഒന്നാം യെരൂശലേം കൗൺസിലിന്റെ ലേഖനവുമായിട്ട് അന്ത്യോക്യയിലേക്ക് പോയ വ്യക്തികളാണ് ഇവർ രണ്ടുപേരും, യൂദയും ശീലാസും. അവര് പ്രവാചകന്മാർ ആയതുകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചുറപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാര്യം, പ്രവാചകൻ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് മനുഷ്യരോട് സംസാരിക്കുന്നു. അതായത് ദൈവത്തിന് സംസാരിക്കുവാനുള്ളത് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം മനുഷ്യരെ അറിയിച്ചു. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പൂർണ്ണതയുള്ള ഒരു ഗ്രന്ഥമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മൾ ഏവരും വിശ്വസിക്കുന്നു. ആ അർത്ഥത്തിൽ പറയട്ടെ, പുതിയ നിയമലേഖനങ്ങൾ പൂർത്തിയായതോടെ ദൈവിക വെളിപ്പാടുകൾ പര്യവസാനിക്കുകയും പ്രവാചക ശുശ്രൂഷ സമാപിക്കുകയും ചെയ്തു. ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പൂർണ്ണതയുള്ള ഒരു ഗ്രന്ഥമാണെന്ന് നാം ഏവരും വിശ്വസിക്കുന്നു. ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നു, പുതിയ നിയമലേഖനങ്ങൾ പൂർത്തിയായതോടെ ദൈവിക വെളിപ്പാടുകൾ പര്യവസാനിക്കുകയും പ്രവാചക ശുശ്രൂഷ സമാപിക്കുകയും ചെയ്തു. ഇന്ന് ആ അർത്ഥത്തിൽ പ്രവാചകന്മാരില്ല. എന്നാൽ യൂദയെയും ശീലാസിനെയും പോലെ പ്രബോധിപ്പിക്കുന്നവർ ഇന്നുമുണ്ട്. പ്രവാചകന്മാർ എന്ന അർത്ഥത്തിൽ യൂദയെയും ശീലാസിനെയും പോലെ പ്രബോധിപ്പിക്കുന്നവർ ഇന്നുമുണ്ട്. ഇനി ചോദ്യം, ഇന്ന് എനിക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി എന്ന് പറയുന്നതോ? നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ? ദൈവം ഇന്ന് എനിക്കത് വെളിപ്പെടുത്തി. അതിനർത്ഥം വേദപുസ്തകത്തിൽ എഴുതപ്പെടാത്ത അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടാത്ത ഒരു വെളിപ്പാട് ആ വ്യക്തിക്ക് കിട്ടി എന്നല്ല. ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ന് ഇത് ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് ഒരാൾ പറയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ അർത്ഥം വേദപുസ്തകത്തിൽ എഴുതപ്പെടാത്ത അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടാത്ത ഒരു വെളിപ്പാട് നമുക്ക് കിട്ടി എന്നല്ല അതിനർത്ഥം.
എഫെസ്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്താട്ട് 3-ാം അധ്യായം അതിന്റെ 2 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. എഫെഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 2 to 6. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കണ്ടിന്യൂ ചെയ്താട്ട്. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. സ്തോത്രം. മതി. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു മർമ്മം എനിക്കറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഇന്ന് ഈ വെളിപ്പാട് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതിന്റെ അർത്ഥം വേദപുസ്തകത്തിൽ എഴുതപ്പെടാത്ത അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടാത്ത ഒരു വെളിപ്പാട് ഒരു വ്യക്തിക്ക് കിട്ടി എന്നല്ല. അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടതും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയതുമായ വെളിപ്പാട് നിനക്ക് ദൈവം ഇന്നാ വെളിപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഈ ബൈബിൾ ഒരു പൂർണ്ണ ഗ്രന്ഥമായതുകൊണ്ട് ഇതിൽ രേഖപ്പെടുത്താത്ത ഒരു വെളിപ്പാട് പുതുതായിട്ട് ആർക്കും വെളിപ്പെടുന്നില്ല. നാം അത് അംഗീകരിക്കുകയും വരുന്നെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്താട്ട് 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 8. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്താ അതിന്റെ അർത്ഥം? ദൈവം വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും തന്റെ പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും വെളിപ്പെടുത്തി അത് രേഖയാക്കി നമ്മുടെ കരങ്ങളിൽ തന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ. ഇനി ഞങ്ങൾ വന്ന് മാറ്റി പറഞ്ഞാലും സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നേരിട്ട് സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു ദൂതനാണെന്ന് നിങ്ങളോട് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. പ്രവാചകന്മാർ എന്ന അർത്ഥത്തിൽ ദൈവം ആദിമ നൂറ്റാണ്ടിൽ അന്ന് ജീവിച്ചിരുന്ന പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും കൊടുത്ത ദൗത്യം വ്യത്യസ്തമായിരുന്നു. ഭാവി കാലങ്ങളെ കുറിച്ച് പറയുന്ന ദൂത് അന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് വെളിപ്പാടെന്ന് ഉദ്ദേശിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്താത്ത കാര്യങ്ങളൊന്നും തന്നെ ഈ പുസ്തകത്തിലല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിത്യതയിൽ പോകുവാൻ തക്കവണ്ണം മനുഷ്യൻ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ഈ വിശുദ്ധ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ദിനംതോറും ദൈവിക വെളിപ്പാടിനാൽ പ്രാപിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വചനം പഠിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായിട്ട്. നമ്മൾ ഒരുപാട് പാടിയിട്ടുള്ളതല്ലേ പള്ളിയിൽ, എല്ലാ ആഴ്ചയും പാടുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് കടന്നു പോകുന്നു. 28-ാമത്തെ വാക്യത്തിൽ അടുത്തതായി പറയുന്നു,
മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ. ഉപദേഷ്ടാക്കന്മാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അവർ അന്നും ഇന്നും സഭകളിലുണ്ട്. സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്. ഒരു പ്രാവശ്യം കൂടി വായിച്ചായിട്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ചിലരെ അവൻ ഉപദേഷ്ടാക്കന്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. ഉപദേഷ്ടാക്കന്മാരായ നിയമിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. അന്നും ഇന്നും അവരുടെ സഭ, ഹല്ലേലൂയ, അന്നും ഇന്നും അവർ സഭകളിലുണ്ട്. അന്നും ഉപദേഷ്ടാക്കന്മാരുണ്ട്, ഇന്നും ഉപദേഷ്ടാക്കന്മാരുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ ദൈവം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് പ്രവാചകന്റെ സ്ഥാനം ഉപദേഷ്ടാവിനാണ്. സ്തോത്രം. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ആദിമ നൂറ്റാണ്ടിൽ ദൈവം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരിത് രേഖയാക്കി. ആ വെളിപ്പാട് ഇന്ന് ജനത്തിന് പകർന്നു കൊടുക്കുന്ന ജോലി ഉപദേഷ്ടാക്കന്മാർക്കാണ്. അതായത് പ്രവാചകന്മാരിൽ കൂടി ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ ജനത്തെ അറിയിക്കുന്ന ജോലി ഇന്ന് ഉപദേഷ്ടാക്കന്മാർക്കാണ്. സഭയിൽ ടീച്ചിങ്ങിന് പ്രാധാന്യത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. ദൈവവചനം പഠിപ്പിക്കാത്ത സഭ കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ്. ജനത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യായെങ്കിൽ അവരെന്തും ചെയ്യും. സ്തോത്രം. ഞാൻ പറഞ്ഞു, ആദിമ സഭയിൽ ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആക്ട്സ് chapter 13 verse 1. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കൊറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അന്ത്യോക്യയിലെ സഭയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സഭയിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. സ്തോത്രം. ഉപദേഷ്ടാവ് സഭയ്ക്കകത്ത് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നവരാണ്. എഴുതപ്പെട്ട വചനം ശരിയായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് ആത്മപ്രകാശനം ആവശ്യമാണ്. ഇത് ദൈവം വെളിപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിൽ എഴുതപ്പെട്ട ദൈവിക വെളിപ്പാടുകൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തരേണ്ടതുണ്ട് ഇത് പഠിപ്പിക്കുവാനായിട്ട്. അതായത് ദൈവം തന്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തിയ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഒരുവന് ആത്മാവിന്റെ തുണ ആവശ്യമാണ്. അവന്റെ ഹൃദയദൃഷ്ടി ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയുള്ളൂ. കണ്ടിന്യൂ ചെയ്യുന്നു. 28-ാമത്തെ വാക്യം. മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും. ആരാ നിയമിച്ചത്? ദൈവമാണ് നിയമിച്ചത്. കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ വീര്യപ്രവർത്തികൾ. തുടർന്ന് കൃപാവരങ്ങളുടെ കാര്യം പറയുന്നു. ആദ്യം പറയുന്നു വീര്യപ്രവർത്തികൾ അല്ലെങ്കിൽ മിറക്കിൾസ്. ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ ചിന്തിച്ചു നോക്കുക. അത്ഭുത പ്രവർത്തികൾ
അല്ലെങ്കിൽ വീര്യപ്രവർത്തികൾ അല്ലെങ്കിൽ മിറക്കിൾസ് ഒരു യുഗാരംഭത്തിൽ സംഭവിക്കുന്നതിന് ദൈവം അനുവദിക്കാറുണ്ട്. ഒരു യുഗത്തിന്റെ ആരംഭത്തിൽ ഈ വീര്യപ്രവർത്തികൾ, അത്ഭുത പ്രവർത്തികൾ സംഭവിക്കുന്നതിന് ദൈവം അനുവദിക്കാറുണ്ട്. ആദ്യം മുതലുള്ള കാര്യങ്ങൾ എടുത്തുനിന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. എന്തിനാ ദൈവം അങ്ങനെ ചെയ്യുന്നത്? അവൻ ഈ സന്ദേശവുമായിട്ട് വിട്ട ആളുകൾ അല്ലെങ്കിൽ സന്ദേശവാഹകർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്ന് തെളിയിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വചനം പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. ഒന്നാമതായിട്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞതായിട്ട് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. നോഹയുടെ കാലത്ത് ആദ്യമായിട്ട് ദൈവം മഴ പെയ്ച്ച് ഭൂമിയിൽ ജലപ്രളയം വരുത്തി. അന്ന് വരെ മനുഷ്യർ കേൾക്കാത്ത ഒരു കാര്യമാണ് മഴ വരുന്നു. നോഹ പ്രസംഗിച്ചു, മഴ വരുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ടോ, മഴ വരുന്നു. സ്തോത്രം. എന്നാൽ എന്താ സംഭവിച്ചത്? നീതിപ്രസംഗിയായ നോഹയും അവന്റെ കുടുംബവും ഒഴിച്ച് ബാക്കി എല്ലാവരും നശിക്കുന്നതായിട്ട് നാം കാണുന്നു. പിന്നെയും ഇങ്ങോട്ട് വരുമ്പോൾ ന്യായപ്രമാണത്തിന്റെ യുഗത്തിൽ ദൈവം മോശയിൽ കൂടി ചെയ്യിച്ച ചില വീര്യപ്രവർത്തികൾ, ചെങ്കടൽ പിളർന്നതുൾപ്പെടെ, മോശെ ദൈവം അയച്ചതല്ലേ? നോഹയോട് ദൈവം പറഞ്ഞതല്ലേ? ദൈവത്തിന് ഈ പ്രവൃത്തികൾ ചെയ്യിക്കേണ്ടതായിട്ടുള്ള ബാധ്യതയുണ്ട്, പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ദൈവമാണ് ഈ സന്ദേശം അവരിൽ കൂടി അയച്ചതെന്ന് ദൈവത്തിന് ജനത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പറയുന്നില്ലേ ചെങ്കടൽ പിളർന്ന കാര്യം? നമ്മൾ പാട്ട് പാടാറില്ലേ? ദൈവം അന്ന് ചെയ്ത അത്ഭുതം ഇന്നും ഒരു അടയാളമായിട്ട് ഇസ്രായേൽ ജനത്തെ ലോക രാജ്യങ്ങളുടെ ഇടയിൽ ദൈവം കാത്തു സൂക്ഷിക്കുന്ന ഒരു അടയാളമായിട്ട് ഇസ്രായേൽ ഇന്നും നിലനിൽക്കുകയല്ലേ? ന്യായപ്രമാണ യുഗം. പിന്നീട് മുൻപോട്ട് വരുമ്പോൾ കൃപായുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവം അപ്പോസ്തലന്മാരിൽ കൂടി പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികൾ, നമ്മൾ പ്രവർത്തികളുടെ പുസ്തകങ്ങൾ അനേകം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, അത്ഭുത പ്രവർത്തികൾ ഒരു യുഗത്തിന്റെ ആരംഭത്തിൽ സംഭവിക്കുന്നതിന് ദൈവം അനുവദിക്കാറുണ്ട്. അതിന്റെ കാരണം അവൻ അയച്ച സന്ദേശവാഹകർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്ന് തെളിയിക്കുവാനാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ ഒരു യുഗത്തിന്റെ ആരംഭത്തിൽ കണ്ട അത്ഭുത പ്രവർത്തികൾ അതേ തീവ്രതയോടെ അല്ലെങ്കിൽ അതേ നിലവാരത്തിൽ നാം കാണുന്നില്ല. എന്നും ഈ അത്ഭുത പ്രവർത്തികൾ കണ്ട് ജനം വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകില്ല. എന്നും ദൈവം ഈ അത്ഭുതം കാണിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ വിശ്വാസത്തിൽ ജനം വരത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവന്റെ വചനത്തിൽ വിശ്വസിച്ച് കൂടുതൽ ജനം രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകാം. ദൈവം ദൈവമാണെന്ന് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞതാ. നമ്മൾ ഈ മജീഷിനോട് പറയുന്നത് പോലെ ദൈവത്തോട് പറയുക, ഞങ്ങൾക്കൊരടയാളം കാണിച്ചു തന്നാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. ദൈവത്തിന് അതിന് താല്പര്യമില്ല എന്ന്. ഇന്നലെ ജോജി പാസ്റ്റർ പ്രസംഗിച്ചത് അത് തന്നെ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 11-12 വാക്യങ്ങളല്ലേ അദ്ദേഹം പ്രസംഗിച്ചത്. യേശുവിനോട് ഒരു അടയാളം അന്വേഷിച്ചു വന്ന പരീശന്മാർ വലിയ അത്ഭുതങ്ങൾ കണ്ടതാ. 5000 പേർക്ക് ഭക്ഷണം നുറുക്കി കൊടുക്കുന്നതൊക്കെ അവർ കണ്ടതാ. എന്നാലും വിശ്വസിക്കുവാൻ തക്കവണ്ണം തയ്യാറല്ല. വീണ്ടും വീണ്ടും വീര്യപ്രവർത്തികൾ കാണിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് താല്പര്യമില്ല. കാരണം ദൈവമാണെന്ന് ഓൾറെഡി തെളിയിച്ചതാ. എല്ലാ യുഗത്തിന്റെ ആരംഭത്തിൽ നമുക്കത് കാണുവാൻ തക്കവണ്ണം കഴിയും. വലിയ വീര്യപ്രവർത്തികളെ ദൈവം ചെയ്യിച്ചു.
നമ്മൾ എന്നും ഇത് കണ്ടോണ്ടിരിക്കുവാൻ തക്കണം ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞ വചനത്തിൽ നീ വിശ്വസിക്ക്. ദൈവത്തിന് സ്തോത്രം. എന്നും ഇത് കാണിക്കാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെയുള്ളവർ വന്നാ മതി. മാജിക്ക് കാണിക്കുന്ന കാലമാ. ഇന്നലെ ഒരു വീഡിയോ നമ്മൾ കണ്ടില്ലേ, മൊബൈൽ ഓണാക്കി പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചാൽ അത് അന്യഭാഷയൊക്കെയാ പറയുന്നത്, അക്കൗണ്ടിൽ പൈസ വരും. ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇതുപോലുള്ള അത്ഭുത പ്രവൃത്തികൾ കാണിക്കുവാൻ. വചനത്തിലേക്ക് മടങ്ങി വരൂ, വചനത്തിൽ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. 28-ാം വാക്യം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. രോഗശാന്തികളുടെ വരം, ഹീലിംഗ്. അപ്പോസ്തലന്മാർക്ക് രോഗശാന്തി വരം ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ രോഗസൗഖ്യം പ്രാപിച്ചവർ രക്ഷിക്കപ്പെടാത്തവരായിരുന്നു. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ രോഗസൗഖ്യം പ്രാപിച്ചവര് രക്ഷിക്കപ്പെടാത്തവരായിരുന്നു. ഒന്നാമതായിട്ട് പത്രോസ് മുഖാന്തരം രോഗസൗഖ്യം പ്രാപിച്ചവര്. നിങ്ങൾ വചനം നോട്ട് ചെയ്താൽ മതി. പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. ജന്മനാ മുടന്തനായവന്റെ സൗഖ്യം നാം ആ വേദഭാഗത്ത് കാണുന്നു. അവൻ വിശ്വാസിയായിരുന്നു? അല്ല. രണ്ടാമതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെ നാം കാണുന്നു അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും മറ്റു രോഗികളും സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് കാണുന്നു പത്രോസിൽ കൂടി. മൂന്നാമതായിട്ട് അപ്പോസ്തലനായ പത്രോസ് മുഖാന്തരം സൗഖ്യം പ്രാപിച്ച വ്യക്തികളാണ് ഇവർ. രണ്ടാമതായിട്ട് ഫിലിപ്പോസ് മുഖാന്തരം സൗഖ്യം പ്രാപിക്കുന്ന വ്യക്തികൾ. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിൽ ശമരിയ പട്ടണത്തിൽ രോഗികൾ സൗഖ്യമായതായിട്ട് നാം കാണുന്നു. പ്രവൃത്തികളുടെ പുസ്തകം പഠിച്ചതായതുകൊണ്ട് നമ്മൾ ആ വിശദമായിട്ട് ആ വേദഭാഗങ്ങളിൽ കൂടി കടന്നു പോയതാണല്ലോ. മൂന്നാമതായിട്ട് പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം സൗഖ്യമായ രോഗികൾ. ഒന്നാമതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. ലുസ്ത്രയിൽ വെച്ച് പൗലോസ് രോഗികളെ സൗഖ്യമാക്കുന്നതായിട്ട് നാം കാണുന്നു. രണ്ടാമതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 11 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ. എഫെസോസിൽ വെച്ച് പൗലോസ് അവരെ സൗഖ്യമാക്കുന്നതായി നാം കാണുന്നു. മൂന്നാമതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 8-9 വേദഭാഗങ്ങളിൽ മെലിത്ത ദ്വീപിൽ വെച്ച് ചിലരെ സൗഖ്യമാക്കുന്നതായിട്ട് നാം കാണുന്നു. ഓർക്കുക, ഇവരാരും വിശ്വാസികളല്ലായിരുന്നു. രോഗശമനത്തിന് രോഗിയുടെ വിശ്വാസം പ്രധാന ഘടകമായിരുന്നില്ല. ആദിമ നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യം ഞാൻ പറയുന്നത്. വിശ്വാസികൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ വിശ്വാസമുള്ളവർക്ക് രോഗസൗഖ്യം നൽകൂ എന്ന് ദൈവം വാശി പിടിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും സൗഖ്യം പ്രാപിക്കുമായിരുന്നോ? ആ കാലഘട്ടം കൂടി ഓർക്കണം. സ്തോത്രം. ജനം വിശ്വസിക്കുവാൻ തക്കവണ്ണം, അവര് വിശ്വസിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. വിശ്വാസികളില്ലാത്ത നാട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരൊക്കെയും സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇനിയും രോഗശാന്തി വരമുള്ള പൗലോസിനോട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ ശ്രേഷ്ഠദാസന്മാരിൽ പലരും രോഗികളായി തുടർന്നതായിട്ട് പുതിയ നിയമത്തിൽ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് രോഗശാന്തി വരമുള്ള വ്യക്തിയായിരുന്നു, അപ്പോസ്തലനായിരുന്നു. പക്ഷെ പൗലോസിനോട് ബന്ധപ്പെട്ട പലരും രോഗിയായിട്ട് കണ്ടിന്യൂ ചെയ്തു. വചനത്തിൽ നാം അത് കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് തിമോത്തിയോസ്.
ഏറ്റവും അടുത്ത വ്യക്തി. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. 1 Timothy chapter 5 verse 23. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചുകൊള്ളുക. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചുകൊള്ളുക. അയ്യോ, ഇതുവരെ ഞാൻ ഈ വാക്യം കണ്ടില്ലായിരുന്നല്ലോ എന്നാരും വിചാരിക്കരുത്. 2 തരത്തിലുള്ള വീഞ്ഞുകളെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, പുളിക്കാത്തത്, അതായത് മുന്തിരിക്കുലയിൽ നിന്ന് ലഭിക്കുന്ന പുതുവീഞ്ഞ്. യെശയ്യാ-പ്രവചനം ഒന്ന് എടുത്താട്ട് 65-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഐശയ്യാ chapter 65 verse 8. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്. ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എന്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും, എല്ലാവരെയും നശിപ്പിക്കയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്. ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എന്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും. മുന്തിരിക്കുലയിലായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ചാറിനെ വീഞ്ഞ് എന്ന് വിളിക്കുന്നത് കൊണ്ട് എല്ലാ വീഞ്ഞും പുളിപ്പിച്ചുണ്ടാക്കുന്നതും ലഹരി നൽകുന്നതുമല്ല. സ്തോത്രം. ഇവിടെ തിമോഥെയോസിനെ ബലപ്പെടുത്തുവാൻ ലഹരി പിടിപ്പിക്കുന്ന തരത്തിലുള്ള വീഞ്ഞ് കുടിക്കുവാനല്ല പൗലോസ് നിർബന്ധിക്കുന്നത്. വാക്യം കണ്ടിട്ട് ദഹനക്കേടിന് വൈകിട്ട് ശകലം സേവിച്ചേക്കാമെന്നൊന്നും ആരും ചിന്തിക്കരുത്. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറയുന്ന വീഞ്ഞ് വേറെയാ. സ്തോത്രം. ചുമ്മാതെ മുന്തിരിങ്ങാ തിന്നാലും മതി, ദഹനത്തിന് നല്ലതാ. അതാ പൗലോസ് ഇവിടെ പറയുന്നത്. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് രോഗശാന്തി വരമുള്ള പൗലോസിനോട് ബന്ധപ്പെട്ട അദ്ദേഹത്തോട് പ്രവർത്തിച്ച ദൈവദാസന്മാരിൽ പലരും രോഗികളായി തന്നെ തുടർന്നതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. സ്തോത്രം. 2-ാമത്തെ വ്യക്തി എപ്പഫ്രാദിത്തോസ്. സ്തോത്രം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 25 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ. ഫിലിപ്പിയൻസ് chapter 2 verse 25 to 30. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നുവെന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്ത് അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ദൈവം അവനോട് കരുണ കാണിച്ചതിനാൽ സൗഖ്യം പ്രാപിച്ചു എന്നാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അവനോട് കരുണ കാണിച്ചു. 3-ാമത് ഒരു വ്യക്തിയും കൂടി പരിചയപ്പെടുത്താം. ത്രോഫിമോസ്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. 2 Timothy chapter 4 verse 20. എരസ്തോസ് കൊരിന്തിൽ താമസിച്ച് ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടിട്ട് പോന്നു. ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. രോഗശാന്തി വരമുള്ള പൗലോസിന് തന്റെ കൂടെ നടന്ന ത്രോഫിമോസിനെ സൗഖ്യമാക്കാൻ സാധിച്ചില്ലേ?
എന്തുകൊണ്ട് സൗഖ്യമാക്കിയില്ല? പൗലോസിന്റെ കാര്യം തന്നെ കഷ്ടതയിലായിരുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം എടുത്താട്ട് 12-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. 2 Corinthians chapter 12 verse 7 to 9. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. സ്തോത്രം. പൗലോസിന് തന്നെ ജഡത്തിൽ ഒരു ശൂലം ദൈവം കൊടുത്തു. എന്തിനാ? വെളിപ്പാടിന്റെ ആധിക്യത്താൽ നിഗളിക്കാതിരിക്കുവാൻ. ചില്ലറ വെളിപ്പാടാണോ പൗലോസിന് ദൈവം കൊടുത്തത്? ദൈവസഭയെ കുറിച്ചുള്ള എത്രയോ മർമ്മങ്ങൾ കൊടുത്ത ഒരു അപ്പോസ്തലനായിരുന്നു പൗലോസ്. അതുകൊണ്ട് തന്നെ വെളിപ്പാടിന്റെ ആധിക്യത്താൽ അവൻ നിഗളിക്കാതിരിക്കുവാൻ പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം ദൈവം കൊടുത്തു. 3 വട്ടം അവൻ കർത്താവിനോട് അപേക്ഷിച്ചതായിട്ട് പറയുന്നു. അപ്പൊ ദൈവം എന്താ പറഞ്ഞത്? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. മറ്റേതവിടെ ഇരുന്നോട്ടെന്ന്. അപ്പം രോഗം സൗഖ്യമാകാതിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സൗഖ്യമാക്കുന്നത് മനുഷ്യരല്ല, ദൈവമാണെന്ന് നാം ഓർത്തോണം. ഇത് മാജിക്കൊന്നുമല്ല, ദൈവമാണ് ഒരുവന് സൗഖ്യം നൽകി തരുന്നത്. ഇനിയും യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥനയിൽ രോഗസൗഖ്യം എന്ന തത്വമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. യാക്കോബിന്റെ ലേഖനം ഒന്ന് എടുത്താട്ട് 5-ാം അധ്യായം അതിന്റെ 14-15 വേദഭാഗങ്ങൾ. ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 14 and 15. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. സ്തോത്രം. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ദൈവസഭയിൽ വന്ന് കർത്തൃമേശയൊക്കെ എടുക്കുമ്പോൾ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അത് അയോഗ്യമായി എടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമായി തീരും. പിന്നെ കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ട് രോഗിയായി തീർന്നാൽ വചനം ഓർമ്മിപ്പിക്കുന്നു, അതിന്റെ പരിഹാരം സഭയിലെ മൂപ്പനെ തന്നെ വരുത്തുക എന്നുള്ളതാ. എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ദൈവം അവന് സൗഖ്യം നൽകുമെന്ന്. ഞാൻ പറഞ്ഞു വന്നത്, രോഗശാന്തി വരമുള്ള അപ്പോസ്തലന്മാരുടെ ഇടയിൽ പോലും അവരുടെ കൂടെ പ്രവർത്തിച്ച പലർക്കും നാം കണ്ട രോഗം അതേപടിയൊക്കെ തുടർന്നു. അതിന് ദൈവത്തിന് പല ഉദ്ദേശങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ നിൽക്കുകയില്ല. എല്ലാം ഓക്കെ ആണെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില ശോധനകളെ ദൈവം നൽകി തരുമ്പോൾ അത് ദൈവമായിട്ട് തന്നിട്ടുള്ള ചില കാര്യങ്ങളാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവം തന്നിട്ടല്ല, എല്ലാം സാത്താൻ തന്നിട്ടല്ല. വെറുതെ കുറ്റം പറയരുത് ആൾക്കാര്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം രോഗസൗഖ്യത്തിന് വേണ്ടി. രോഗികളായി കഴിയുന്നവര് ഹല്ലേലൂയ, രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. ദൈവം നമ്മെ സൗഖ്യമാക്കട്ടെ. ഇത് മനുഷ്യരല്ല ചെയ്യുന്നത്, ദൈവമാണ് നമുക്ക് രോഗസൗഖ്യത്തെ നൽകി തരുന്നതെന്ന കാര്യം നാം ഓർത്തിരിക്കുക.
28 വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു. സഹായം ചെയ്യുവാനുള്ള വരം, അതായത് ഗിഫ്റ്റ് ഓഫ് ഹെൽപ്സ്. ആവശ്യക്കാരെ സഹായിക്കുവാനാണ് അപ്പോസ്തല കാലത്ത് ശുശ്രൂഷകന്മാരെ നിയമിച്ചത്, അല്ലെങ്കിൽ ഡീക്കൻസിനെ തിരഞ്ഞെടുത്തത്. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. ഒരു വേദഭാഗം വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. 1 Thessalonians chapter 5 verse 14. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. സ്തോത്രം. ഇവിടെ ബലഹീനരെ താങ്ങുവാനുള്ള കൽപ്പനയുണ്ട്. മടങ്ങി വരുന്ന 28-ാം വാക്യത്തിലേക്ക് സഹായം ചെയ്യുവാനുള്ള വരം, അതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. പരിപാലന വരം, അതായത് ഗിഫ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സഭാ അധ്യക്ഷന്റെ സ്ഥാനമാണ് ഇത് കാണിക്കുന്നത്. നടത്തുന്നവർ, മൂപ്പന്മാർ എന്നെല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ്. ഒരു വേദഭാഗം വായിച്ചിട്ട് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. 1 Timothy chapter 3 verse 1 to 5. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനും ആയിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? സ്തോത്രം. ഇവിടെ പരിപാലിക്കുന്നവരുടെ ക്വാളിറ്റീസ് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്, വേദഭാഗമാണ്. രണ്ടാമതായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 12-13 വേദഭാഗങ്ങൾ. 1 Thessalonians chapter 5 verse 12 and 13. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കുവിൻ. സ്തോത്രം. അപ്പോൾ നിങ്ങളെ പരിപാലിക്കുന്നവരെ സ്നേഹിക്കണം എന്ന കൽപ്പന തന്നിരിക്കുന്നു. നിങ്ങളെ പരിപാലിക്കുന്ന വ്യക്തികളെ നിങ്ങൾ സ്നേഹിക്കണം. അല്ല, കുത്തിക്കൊല്ലാനുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. അവരെ സ്നേഹിക്കണം. മൂന്നാമതായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. Hebrews chapter 13 verse 7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. സ്തോത്രം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അതെല്ലാ കാലവും നമ്മൾ ഓർക്കണം. നമ്മളെ ദൈവവചനം പഠിപ്പിച്ചവര് എവിടെ പോയാലും. സ്തോത്രം. നാലാമതായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ 13-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. Hebrews chapter 13 verse 17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതാ, അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. നമ്മൾ ആരും അറിയാത്ത ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സഭയെ നടത്തുന്ന ദൈവത്തിന്റെ ദാസന്മാർ അവര് കണക്ക് ബോധിപ്പിക്കേണ്ടവരായതുകൊണ്ട് നമ്മൾ നമ്മുടെ കണക്ക് കൊടുത്താൽ മതി. ദൈവസഭയെ പരിപാലിക്കുന്നവർ അവരുടെ കണക്കും കൊടുക്കണം, സഭയിലെ ആളുകളുടെ കണക്കും കൊടുക്കണം. അതുകൊണ്ട് തന്നെ സഭയിലുള്ള എല്ലാ വ്യക്തികളെയും ഹല്ലേലൂയ ഓർത്തുകൊണ്ട് അവർ ജാഗരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ഈ സഭയിലോട്ട് വന്ന് ചാർജ് എടുത്തതെന്ന് അവരെയും കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനെയൊക്കെ കണ്ണുനീര് വാർക്കുന്ന ദൈവദാസന്മാരെ നമ്മുടെ സഭയിലല്ല,
പുറത്ത് കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ദൈവസഭകളിൽ ഉള്ള ദൈവദാസന്മാരോട് സംസാരിച്ചപ്പോൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ വിഷമങ്ങൾ. ഒരു രീതി സമ്മതിക്കുകയില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടുകൂടെ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഇടവരുത്തുവീൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. ഒരു വാണിംഗ് തരുന്നുണ്ട്. വഴക്കും ഗുസ്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നന്നല്ല. സ്തോത്രം. 28-ാം വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. പരിപാലനവരം, അതിനുശേഷം വിവിധ ഭാഷാവരം, ഗിഫ്റ്റ് ഓഫ് ടങ്സ്. ഒരുവൻ പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു പ്രത്യേക കഴിവാണിത്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അത് അന്യമാണ്. അപ്പോൾ ഒരുവൻ പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു പ്രത്യേക കഴിവാത്. എന്താ ഭാഷ എന്ന് പറയുന്നത്? ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ള ഉപാധിയാ. ശരിയല്ലേ? ആശയവിനിമയം ചെയ്യുന്നതല്ലേ ഭാഷയിൽ കൂടി. വീണ്ടും സാക്ഷാൽ ഭാഷയാണ് അന്യഭാഷയിൽ സംസാരിക്കേണ്ടത്. അതെന്താ? നമ്മളിത് ആരോടാ സംസാരിക്കുന്നേ? നമ്മളിത് ദൈവത്തോടാ സംസാരിക്കുന്നത്. കന്നഡ മാത്രം അറിയാവുന്ന ഒരാളോട് നമ്മൾ മലയാളത്തിൽ സംസാരിച്ച പുള്ളിക്ക് എന്തെങ്കിലും മനസ്സിലാവൂ? സ്തോത്രം. അപ്പോൾ ഒരുവൻ പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു പ്രത്യേക കഴിവാണ് ഭാഷാപരം. ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ള ഉപാധിയാണെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും സാക്ഷാൽ ഭാഷയാണ് അന്യഭാഷയിൽ സംസാരിക്കേണ്ടത്, അല്ലാതെ വികാരാവേശത്തിലുള്ള അപശബ്ദമല്ല അന്യഭാഷ. വികാരം, ആവേശം കയറുമ്പം പറയുന്ന ഒന്നുമല്ല അന്യഭാഷ എന്ന് പറയുന്നത്. അതൊരു ഭാഷയാണ്, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഭാഷയാണ്. അത് നാം ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കൊരിന്ത്യ സഭ ഈ ഭാഷാവരം അനർഹമായിട്ട് വിലമതിച്ചു. അവരത് പ്രകടനാത്മകമായിട്ട് പ്രദർശിപ്പിച്ചു. അതുകൊണ്ടാകാം അപ്പോസ്തലനായ പൗലോസ് ഇത് ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യായത്തിൽ തന്നെ 10-ാം വാക്യവും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന 28-ാമത്തെ വാക്യവും ചിന്തിച്ചാല് ഇത് ഏറ്റവും അവസാനമായിട്ടാണ് പറയുന്നത്. ഇവർ വളരെയധികം പ്രാധാന്യം ഇതിന് കൊടുത്തു. പക്ഷെ സഭയിൽ കാണിക്കുന്നതോ? നമ്മൾ പഠിച്ചതാണ് അവർ സഭയിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്. ഇതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. ഇതിന് അനർഹമായിട്ട് അവർ വിലമതിച്ചു. സ്തോത്രം. അതുകൊണ്ട് തന്നെ ആകാം അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും അവസാനമായിട്ട് ഈ ഭാഷാവരത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഞാൻ സമറൈസ് ചെയ്യുന്നു ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ദൈവം നിയമിച്ചിട്ടല്ലാതെ ഒരുവൻ അപ്പോസ്തലനാകുന്നില്ല. ദൈവം നിയമിച്ചിട്ടല്ലാതെ ഒരുവൻ പ്രവാചകനുമാകുന്നില്ല. ആവശ്യമായിട്ടുള്ള വരപ്രാപ്തി ഇല്ലാത്തവരെ മനുഷ്യർ ഒരുപക്ഷെ ഉദ്യോഗത്തിൽ നിയമിച്ചു എന്ന് വരാം. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം തിരഞ്ഞെടുത്തവരെയാണ് ദൈവം ആ സ്ഥാനത്തേക്ക് ആക്കി വെക്കുന്നത്. അതായത് നമ്മുടെ കാലുകള് കാണണമെന്നും കരം കേൾക്കണമെന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ശരീരഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞതാണല്ലോ. ഓരോ അവയവത്തിനും ഓരോ പ്രത്യേക ധർമ്മമുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവസഭയിൽ ഓരോരുത്തരെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ദൈവം നിയമിച്ചിട്ടല്ലാതെ ആരും ഒന്നും ആകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരുന്നു 29 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ വേഗത്തിൽ വായിച്ചാട്ട്. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരം ഉണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഭാഗത്ത് തുടരെ 7 ചോദ്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു. 7നും നിഷേധ രൂപത്തിലുള്ള മറുപടിയാ കാണുന്നത്. പൗലോസ് ചോദിക്കുകയാണ്, എല്ലാവരും, ഒന്നാമതായിട്ട് എല്ലാവരും അപ്പോസ്തലന്മാരോ, 2 എല്ലാവരും പ്രവാചകന്മാരോ, 3 എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, 4 എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നോ, 5 എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, 6 എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ, 7 എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ. 7 ചോദ്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് നിരത്തുന്നു. നിഷേധ രൂപത്തിലുള്ള മറുപടി നമുക്ക് കാണാം. എന്താ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? എല്ലാ കൃപാവരങ്ങളും എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല. ഓരോ അവയവങ്ങളും മറ്റുള്ളവയോട് ബന്ധപ്പെട്ടും ആശ്രയിച്ചും കഴിയുന്നു ശരീരത്തിൽ. എങ്കിൽ മാത്രമേ ശരീരത്തിന്റെ പ്രവർത്തനം സുഗമമാകുകയുള്ളൂ. നമ്മളത് പഠിച്ചതാ, ശരീരത്തിന്റെ അവയവത്തെ കുറിച്ച്. ഞാൻ മാത്രം മതി എന്നൊരു അവയവം പറഞ്ഞാൽ ശരീരം ഉണ്ടോ? പിന്നെ എല്ലാ അവയവങ്ങളും യോജിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവോ? ഇല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഈ അധ്യായത്തിലെ വേഴ്സ് 30. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാവുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. സ്തോത്രം. ഇവിടെ എല്ലാവരും ആത്മസ്നാനമേറ്റവരായിരുന്നു. എങ്കിലും എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ അത് അപ്രാപ്യമാണോ? ഒരിക്കലുമല്ല. കാരണം 120 പേര് കൂടിയിരുന്നപ്പോൾ എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷയിൽ സംസാരിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനായിട്ട് ആഗ്രഹിക്കാം, നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. സഭയിലുള്ള എല്ലാവരും അന്യഭാഷ അടയാളത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് നടക്കാത്ത കാര്യമല്ല. അത് അല്ലെ 120 പേര് കൂടിയിരുന്നുണ്ടെങ്കിൽ 100 പേരുടെ മേലെ ഇത് സംഭവിച്ചത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ അന്നും എന്നും പറഞ്ഞതിനായിരുന്നു ഇതെല്ലാവർക്കും കിട്ടുന്നതല്ല എന്ന്. അതുകൊണ്ട് തന്നെ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടല്ലോ. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷ അടയാളങ്ങളാൽ അവർ ദൈവത്തെ സ്തുതിച്ചു. മടങ്ങി വരുന്നു 31-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. ശ്രേഷ്ഠ വരങ്ങൾ, ഹയർ ഓർ ഗ്രേറ്റർ ഗിഫ്റ്റ്സ്. ഒരു വരം ശ്രേഷ്ഠമാണോ എന്നുള്ളത് കൂടുതൽ അത്ഭുതകരമാണോ എന്നതിനെ ആശ്രയിച്ചല്ല, മറിച്ച് കൂടുതൽ പ്രയോജനകരമാണോ എന്നതിനെ ആശ്രയിച്ചാണ്. ശ്രദ്ധയോടെ കേൾക്കുക. ഒരു വരം ശ്രേഷ്ഠമാണോ എന്ന് നാം തീരുമാനിക്കുന്നത് അത് കൂടുതൽ അത്ഭുതകരമാണോ എന്നതിനെ ആശ്രയിച്ചല്ല. എല്ലാവർക്കും വേണ്ട ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വരം എന്ന് പറയുന്നത് ഏതാ? പ്രവചനവും വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു, അല്ലേ? എന്നാല് ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഈ ശ്രേഷ്ഠ വരങ്ങൾ അത് ശ്രേഷ്ഠമാണോ എന്ന് തീരുമാനിക്കുന്നത് അത് കൂടുതൽ അത്ഭുതകരമാണോ എന്നതിനെ ആശ്രയിച്ചല്ല, മറിച്ച് അത് കൂടുതൽ പ്രയോജനകരമാണോ എന്നതിനെ ആശ്രയിച്ച. ശ്രേഷ്ഠ വരങ്ങളിൽ ഭാഷാവരം അവർക്കുണ്ടായിരുന്നു. എങ്കിലും ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ എന്ന് പ്രബോധിപ്പിക്കുന്നതിനാൽ അന്യഭാഷയുടെ കാര്യമല്ല പറയുന്നതെന്ന് വ്യക്തം.
31 വാക്യത്തിൽ നാം കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിശ്രേഷ്ഠമായ ഒരു മാർഗം. ഇത് ശ്രദ്ധയോടെ കേൾക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അധ്യായത്തിന്റെ അവസാനം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിശ്രേഷ്ഠമായ മാർഗം, അതായത് കൃപാവരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു മാർഗം, അതായത് സ്നേഹത്തിന്റെ മാർഗം എന്നാണ് താൻ അർത്ഥമാക്കുന്നത്. അതാണ് 13 അധ്യായത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. ചുരുക്കത്തിൽ എത്ര വലിയ കൃപാവരങ്ങൾ ഉണ്ടെങ്കിലും അവ നമ്മെ ഉത്തമ വിശ്വാസികളാക്കുന്നില്ല. എന്നാൽ സ്നേഹത്തിന്റെ മാർഗം സ്വീകരിക്കുമ്പോൾ അവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കും. ശ്രദ്ധയോടെ കേൾക്കുക. എത്ര വലിയ കൃപാവരം നമുക്കുണ്ടെങ്കിലും അവ നമ്മെ ഉത്തമ വിശ്വാസികളാക്കുന്നില്ല. എന്നാൽ സ്നേഹത്തിന്റെ മാർഗം സ്വീകരിക്കുമ്പോൾ അവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കും. അസൂയയും ഭിന്നതയും കൂടാതെ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിന് സ്നേഹം നമ്മെ ഉപദേശിക്കും. ഇന്ന് സഭകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമായത്. ഒരു കൃപാവരമുള്ളവന് ഇഷ്ടമല്ല. എടാ, സ്നേഹമില്ലെങ്കിൽ എങ്ങനെയാ കൃപാവരം വെളിപ്പെടുന്നത്? നിനക്ക് കൃപാവരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഒരു ഉത്തമ വിശ്വാസി ആയിത്തീരുവാൻ കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനിയും അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൃപാവരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു മാർഗം, അതായത് സ്നേഹത്തിന്റെ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദൈവം അനുവദിച്ചാല് 13 അധ്യായത്തിൽ നാം അത് പഠിക്കും. ഞങ്ങൾ അടുത്ത ആഴ്ച നാട്ടിലേക്ക് കടന്നു പോകുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ പുതിയ വർഷം 13 അധ്യായം നമുക്ക് പഠിക്കുവാൻ തക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെവരും പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. കേട്ട വചനങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ തക്കണം ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.